Hello students, welcome to AC Lessons. Today we are going to discuss the program to implement stack using array. In the previous videos, we have already discussed that stack can be implemented using two different methods, either using static method or using dynamic methods. അതെ, സ്റ്റാറ്റിക് മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറേ യൂസ് ചെയ്തൊരു സ്റ്റാക്ക് ക്രിയേറ്റ് ചെയ്യാം. ഡൈനാമിക് മെത്തേഡാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലിങ്ക് ലിസ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അറേ യൂസ് ചെയ്തിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷനാണ്. സോ സ്ട്രെയിറ്റ് അവേ നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരിക. നിങ്ങളുടെ സജഷൻസ്, അതായത് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് ഇങ്ങനെയല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ സജഷൻസ് ചാറ്റ് ബോക്സിലിടും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. സോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. As usual, all the header files which are required for the smooth functioning of the program are included, like stdio.h and conio.h. And next two variables, special variables are declared. One symbolic constant, max എന്ന് പറഞ്ഞൊരു symbolic constant നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് വിത്ത് വാല്യൂ 10. അത് സാധാരണ നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അറേനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് ഒരു കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് മാക്സ് എന്ന് പറഞ്ഞൊരു സിംബോളിക് കോൺസ്റ്റന്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുകൂടാതെ ഒരു ഗ്ലോബൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ടോപ്പിൽ നമുക്കറിയാം ടോപ്പിൻ്റെ ഇമ്പോർട്ടൻസ്, സ്റ്റാക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പോണൻ്റ് ആണ് ടോപ്പ്. അപ്പോൾ ടോപ്പിന് നമുക്ക് പുഷ് ഫംഗ്ഷനിലും പോപ്പിലും എല്ലാ ഫംഗ്ഷനിലും ഒരുപോലെ ആവശ്യം വരുന്നത് കൊണ്ട് ടോപ്പിനെ ഞാൻ ഗ്ലോബലായിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് വിത്ത് ഇനീഷ്യൽ വാല്യൂ 1. And apart from that, three functions are declared, like push function, pop and display function. Here push function, all the three functions are void functions with no return value. And in the case of push function, we are passing two arguments to the calling function, like an integer array and an integer value. And in the case of pop and display, single arguments are passed on to the calling functions. An integer array is being passed on to the functions. Okay. സോ മെയിൻ ഫംഗ്ഷൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് വിത്ത് മാക്സ്, സൈസ് മാക്സ്, പിന്നെ ഐറ്റം എന്ന് പറഞ്ഞൊരു വേരിയബിളും CH എന്ന് പറഞ്ഞൊരു വേരിയബിളും ആണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഈ പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു മെനു ഡ്രിവൺ പ്രോഗ്രാം എന്നുള്ള ഒരു സ്റ്റൈലിലാണ്. എന്ന് പറഞ്ഞാൽ എ മെനു വിൽ ബി ഡിസ്പ്ലേഡ് ബിഫോർ ദ യൂസർ ആൻഡ് യൂസർ വിൽ ബി ഏബിൾ ടു ഗീവ് ഹിസ് ഓപ്ഷൻ ആൻഡ് ദ പ്രോഗ്രാം വിൽ കണ്ടിന്യൂ അൺടിൽ ദ യൂസർ ഗീവ്സ് എൻ ഓപ്ഷൻ എക്സിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുന്നത് വരെ കണ്ടിന്യൂസ്ലി he can push or pop or display the stack. ഓക്കെ, അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഡു ലൂപ്പിൽ നമ്മൾ ആദ്യം ഒരു മെനു ഡിസ്പ്ലേ ചെയ്തു, യൂസറിൻ്റെ നിന്ന് ചോയ്സ് റീഡ് ചെയ്തു. ചോയ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ സ്വിച്ച് കേസ് കൺസ്ട്രക്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് നമുക്കറിയാം സ്വിച്ച് കേസ് എന്ന് പറയുന്നത് ഒരു മൾട്ടിവേ ഡിസിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു സിമ്പിൾ കൺസ്ട്രക്റ്റ് ആണ്. സോ യൂസിങ് സ്വിച്ച് കേസ് വി ആർ ചെക്കിങ് ദ വാല്യൂ ഓഫ് ചോയ്സ്. ഓക്കെ, ആൻഡ് ഇഫ് ദ വാല്യൂ ഓഫ് ചോയ്സ് ഇസ് 1, യൂസർ 1 ആണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ യൂസറിൻ്റെ കയ്യിൽ നിന്ന് നമ്മളൊരു ഐറ്റം റീഡ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് സ്കാനഫ്. ഇതിനെക്കുറിച്ച് നമുക്ക് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളവരായതുകൊണ്ട് ഇത് അറിയുന്നുണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ പുഷ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റാക്ക്, അതായത് നമ്മളുടെ അറേ യൂസ് ചെയ്തിട്ടാണല്ലോ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. നമ്മളുടെ സ്റ്റാക്കിനെയും പുഷ് ചെയ്യേണ്ട ഐറ്റത്തിനെയും നമ്മൾ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യാണ്. ഇപ്പോൾ പുഷ് ഫംഗ്ഷനിലേക്ക് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ പോവും, അവിടെ പുഷിങ് നടക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ സർട്ടൻ സർക്കംസ്റ്റൻസസ് കൊണ്ട് പുഷിങ് നടന്നില്ലെങ്കിൽ തന്നെ ആ പ്രോപ്പർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യും. അതിനുശേഷം പ്രോഗ്രാമിൻ്റെ കൺട്രോൾ തിരിച്ചു വരും. അതേപോലെ കേസ് 2-ൽ നമ്മൾ പോപ്പ് ഫംഗ്ഷനെ വിളിക്കുകയാണ്. ഇവിടെ യൂസറിൻ്റെ നമുക്ക് വാല്യൂ ഒന്നും റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പോപ്പ് ഫംഗ്ഷനിൽ സ്റ്റാക്കിൽ നമുക്ക് യൂസറിന് ഇഷ്ടമുള്ള വാല്യൂ ഒന്നും പോപ്പ് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന വാല്യൂവിനെയാണ് നമുക്ക് പോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പോപ്പ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റാക്ക് മാത്രമാണ് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്നത്. ഇതും ഫംഗ്ഷനിലേക്ക് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ പോയി കഴിഞ്ഞ് പോപ്പിംഗ് നടന്നില്ലെങ്കിലും അത് കഴിയുമ്പോൾ പ്രോപ്പറായിട്ട് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ തിരിച്ചവിടെ വരും, ബ്രേക്ക് ചെയ്യും കേസ്. അതുപോലെ കേസ് 3-ൽ നമ്മൾ ഡിസ്പ്ലേ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട്. കേസ് 4-ൽ നമുക്ക് ഇനി കണ്ടിന്യൂ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി എക്സിറ്റ് ഫംഗ്ഷൻ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇനി എങ്ങാനും യൂസർ ഈ 4 ഓപ്ഷൻ അല്ലാതെ മറ്റേതെങ്കിലും ഓപ്ഷൻസ് ബൈ മിസ്റ്റേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ ഡീഫോൾട്ട് ഓപ്ഷൻ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പറയുന്നുണ്ട് ഇൻവാലിഡ് ചോയ്സ് ആണ് നിങ്ങൾ എൻ്റർ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് ഡു വൈൽ ലൂപ്പ് ക്ലോസ് ചെയ്യുമ്പോൾ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ചോയ്സ് നോട്ട് ഈക്വൽ ടു 4, അതായത് ചോയ്സ് 4 അല്ലെങ്കിൽ മാത്രം ലൂപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതായത് എക്സിറ്റ് ഫംഗ്ഷൻ എക്സിറ്റ് എന്ന് പറഞ്ഞ ചോയ്സ് അല്ല എൻ്റർ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ മാത്രം എന്താ പറയുക പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ
എക്സിക്യൂഷൻ ടെർമിനേറ്റ് ചെയ്യും. ഇനി നമ്മൾ കാണുന്നത് 3 ഫങ്ഷൻസ് ആണ്, പുഷ്, പോപ്പ് ആൻഡ് ഡിസ്പ്ലേ. അതായത് മെയിൻ ഫംഗ്ഷനിൽ നിന്ന് നമ്മുടെ കോൺസിക്യൂട്ടീവ് ഓപ്ഷൻ അനുസരിച്ച് ചൂസ് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഫംഗ്ഷനിലേക്ക് വരും എന്ന് പറഞ്ഞു. അതിൻ്റെ ഫംഗ്ഷൻ്റെ ഡെഫിനേഷനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പുഷ് ഫംഗ്ഷനിലേക്ക് നോക്കാം. ഇവിടെ പുഷ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ആർഗ്യുമെന്റ്സ് നമ്മളിവിടെ 2 സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പുഷ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അവിടെ പുഷ് ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് സക്സസ്ഫുള്ളായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാവാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഈ ഫിഗറിൽ നോക്കൂ 4 സൈസുള്ള ഒരു സ്റ്റാക്കാണ്. ഇവിടെ 4 എലമെന്റ്സ് ഓൾറെഡി ഫില്ലാണ്. അപ്പോൾ ആ സിറ്റുവേഷനിൽ ടോപ്പിൻ്റെ വാല്യൂ എന്താണ്? 4 ആണ്. മീൻസ് 3 ആണ് ടോപ്പിൻ്റെ വാല്യൂ, അല്ലേ? ടോപ്പ് ഈക്വൽ ടു 3. അറേയുടെ സൈസ് 4. അപ്പോൾ ടോപ്പിൻ്റെ വാല്യൂ അറേ സൈസ് -1, 4 - 1 3 ആണെങ്കിൽ അവിടെ ഇനി സ്പേസ് ഇല്ല എന്നർത്ഥം. അപ്പോൾ സ്റ്റാക്ക് ഓവർഫ്ലോ ആണെന്ന് പറഞ്ഞിട്ട് ഇൻസേർഷൻ നടക്കാതെ, പുഷിങ് നടക്കാതെ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ തിരിച്ചു പോകും. അതല്ല വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ടോപ്പ് ഗെറ്റ്സ് ഇൻക്രിമെന്റഡ്. ടോപ്പ് ഇപ്പോൾ സപ്പോസ് നമ്മളുടെ ഒരു സ്റ്റാക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി 20 എന്ന് പറഞ്ഞൊരു എലമെന്റ് ഉണ്ട്. അപ്പോൾ ടോപ്പ് എത്രയാണ്? 0 ആണ്. പിന്നെ ഫർദർ നമുക്കൊരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോപ്പ് വിൽ ബി ഇൻക്രിമെന്റഡ് ടു 1 ആൻഡ് സ്റ്റാക്ക് ഓഫ് ടോപ്പ് ഈക്വൽ ടു 1, സ്റ്റാക്ക് ഓഫ് 1 ഈക്വൽ ടു ഐറ്റം 1 എന്ന് പറഞ്ഞ പൊസിഷനിലായിരിക്കും പിന്നെ പുഷിങ് നടക്കുക. അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർഷൻ കഴിഞ്ഞാൽ, പുഷിങ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ജസ്റ്റ് ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, 1 ഐറ്റം ഈസ് പുഷ്ഡ്. അത് കഴിഞ്ഞാലാണ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് പോപ്പ് ഫംഗ്ഷൻ. ആൻഡ് ദ പോപ്പ് ഫംഗ്ഷൻ ഈസ് യൂസ് ടു റിമൂവ് ആൻ ഐറ്റം ഫ്രം ദ സ്റ്റാക്ക് ടോപ്പ്. ഇവിടെ നമുക്ക് ആകെ ഒരു ആർഗ്യുമെന്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അറേയാണ് ആർഗ്യുമെന്റ് ആയിട്ട് ഫംഗ്ഷനിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ എന്താണ് ഇഷ്യൂ എന്നുണ്ടെങ്കിൽ, എലമെന്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പോപ്പിംഗ് നടക്കില്ല. സോ എലമെന്റ് ഇല്ല എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ടോപ്പ് ഈക്വൽ ടു -1. ഇഫ് ദർ ഇസ് നോ എലമെന്റ്സ് അറ്റ് ഓൾ, ടോപ്പ് വിൽ ബി ഈക്വൽ ടു -1. സോ എ message will be displayed as stack is empty, that is stack underflow ആണ് എന്ന് പറഞ്ഞ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിലിരിക്കുന്ന എലമെന്റ്, ഇപ്പൊ എക്സാമ്പിളായിട്ട് ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ 30 ആയിരുന്നു ടോപ്പിൽ എന്നുണ്ടെങ്കിൽ ടോപ്പിലിരിക്കുന്ന എലമെന്റിനെ നമ്മളൊരു വേരിയബിളിലേക്ക് എടുത്തു വയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യണത് ദാറ്റ് പെർട്ടിക്കുലർ വേരിയബിൾ ഈസ് പോപ്ഡ് ഔട്ട് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യാണ്. അത് കഴിയുമ്പോൾ ടോപ്പിനെ, അതായത് ആ ഒരു വേരിയബിൾ, ആ ഒരു ഡാറ്റ, ആ ഒരു എലമെന്റ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടോപ്പ് എന്താവണം? തൊട്ടടുത്ത എലമെന്റ്, താഴെ ഇരിക്കുന്ന എലമെന്റ് ആയിരിക്കണം. സോ ടോപ്പ് ഷുഡ് ബി ഡിക്രിമെന്റഡ് ടു -1. ടോപ്പ് മൈനസ്, അതായത് 30 പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടോപ്പ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. 1 ആയിരുന്നു, അത് 0 ആയിരിക്കണം. അതിനാണ് നമ്മൾ ടോപ്പിനെ ഡിക്രിമെന്റ് ചെയ്യുന്നത്. ഡിസ്പ്ലേ ഫംഗ്ഷനിൽ ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റാക്കിലെ കംപ്ലീറ്റ് എലമെന്റ്സിനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു, അറേ പാസ് ചെയ്യുന്നു, സ്റ്റാക്കിനെ നമ്മൾ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നു. ടോപ്പ് -1 ആണെങ്കിൽ ഇവിടെയും എന്താ നമുക്ക് പറയാം? സ്റ്റാക്ക് എംപ്റ്റി ആണ്, ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഒന്നുമില്ല എന്ന് പറയാം. അല്ല എന്നുണ്ടെങ്കിൽ ടോപ്പ് തുടങ്ങി നമ്മൾ പറഞ്ഞിരുന്നു, സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒരു 1 സൈഡ് ക്ലോസ് ചെയ്ത് വെർട്ടിക്കലായിട്ട് വെച്ചിട്ടുള്ള ഒരു സിലിണ്ടർ പോലെയാണ്. അപ്പോൾ നമുക്ക് മുകളിൽ നിന്നേ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടോപ്പ് എലമെന്റിനെ ആയിരിക്കും നമ്മൾ ആദ്യം കാണുക. സോ i ഈക്വൽ ടു ടോപ്പ് എന്നാണ് ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. 0 ആവണ വരെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടോപ്പ് എലമെന്റ് പ്രിന്റ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ 2 ആണ് നമ്മുടെ ടോപ്പ് എലമെന്റ് എന്നുണ്ടെങ്കിൽ 30 ആണ് പ്രിന്റ് ചെയ്യുക. സ്റ്റാക്ക് ഓഫ് 2 പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡിക്രിമെന്റ് ചെയ്യുന്നുണ്ട്. സോ i ബിക്കംസ് 1. അത് കഴിഞ്ഞാൽ 20 പ്രിന്റ് ചെയ്യും. ദെൻ i ബിക്കംസ് 0. 0 ഈസ് ഗ്രേറ്റർ ദാൻ 0. കണ്ടീഷൻ ഈസ് ട്രൂ. സോ 10 വിൽ ബി പ്രിന്റഡ് ആൻഡ് അഗെയിൻ i ഗെറ്റ്സ് ഡിക്രിമെന്റഡ് ടു -1. അങ്ങനെ വരുമ്പോൾ അവിടെ സ്റ്റാക്ക് എംപ്റ്റി ആവും. അവിടെ ലൂപ്പ് എക്സിറ്റ് ചെയ്ത് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. ഇതാണ് നമ്മളുടെ സ്റ്റാക്കിന്റെ പ്രോഗ്രാം. മനസ്സിലായെങ്കിൽ ഇങ്ങനെ തന്നെയാണ് നിങ്ങളൊരു പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ സജഷൻസ് അത് പറയാം. അല്ല ഫർദർ ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും മെത്തേഡ്സ് സജഷൻസ് ആയിട്ടുണ്ടെങ്കിൽ യു ആർ വെൽക്കം. നിങ്ങളുടെ സജഷൻസ് പറയാം, നമുക്ക് മോഡിഫൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.